എപ്പോഴാണ് പീരീഡ്സിന്റെ വേദന നോർമൽ അല്ലാതാവുന്നത്? പീരീഡ്സിന്റെ വേദന നോർമലാണ്. ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. വേദന സ്വാഭാവികമാണ്, കുറച്ചൊക്കെ സഹിക്കണം. ഈ വാക്കുകൾ മുതിർന്നവരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷെ എല്ലാ പീരീഡ്സിന്റെ വേദനയും സ്വാഭാവികമല്ല. ഇന്ന് നമുക്ക് അതിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. സ്വാഭാവികമായ മെൻസസ് വേദന എന്താണ്? മെൻസസ് തുടങ്ങുന്ന സമയത്ത് അടിവയറ്റിൽ ചെറുതായ വലിവും വേദനയും, അതായത് ക്രാംസ് വരുന്നത് സ്വാഭാവികമാണ്. മരുന്നൊന്നും കഴിച്ചില്ലെങ്കിലും വേദന തനിയെ കുറയും. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കേണ്ടി വന്നാലും അത് കുറയാം. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കില്ല. നമുക്ക് ജോലികൾ ചെയ്യാം, ഓഫീസിൽ പോവാം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. 1-2 ദിവസം കൊണ്ട് അത് മാറുകയും ചെയ്യും. ഇനി എൻഡോമെട്രിയോസിസ് വേദന ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നോക്കാം. 1. മെൻസസ് തുടങ്ങുന്നതിന് 1-2 ദിവസം മുമ്പേ വേദന തുടങ്ങും. 2. വേദന അടിവയറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാറില്ല. അരക്കെട്ടിലേക്കും കാലുകളിലേക്കും നടുവിനും വേദന ഉണ്ടാവാം. 3. പെയിൻ കില്ലർ കഴിച്ചാലും വേദന കുറയില്ല. 4. വീട്ടുജോലി ചെയ്യാനോ ജോലിക്ക് പോകാനോ സ്കൂളിൽ പോകാനോ പറ്റാത്ത തരത്തിലുള്ള വേദനയും ബുദ്ധിമുട്ടും. 5. മെൻസസ് കഴിഞ്ഞാലും വേദന വിട്ടുമാറണമെന്നില്ല. 6. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന അനുഭവപ്പെടുക. 7. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഛർദി, വയറിളക്കം, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, മലമൂത്ര വിസർജനം ഇടയ്ക്കിടയ്ക്ക് ചെയ്യണമെന്നുള്ള തോന്നൽ, ഇതെല്ലാം എൻഡോമെട്രിയോസിസിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കാം. ഇനി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. മെൻസസിന്റെ വേദന കാരണം നിങ്ങൾ ജോലിക്ക് പോവാതിരുന്നിട്ടുണ്ടോ? സ്കൂളിൽ പോവാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾ വേദന സഹിച്ച് കിടക്കാറാണോ പതിവ്? ആർത്തവ വേദന കാരണം നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? പെയിൻ കില്ലർ കഴിച്ചിട്ടും വേദന മാറാതിരുന്നിട്ടുണ്ടോ? എങ്കിൽ ഇത് സ്വാഭാവികമല്ല. നിങ്ങളുടെ ശരീരം ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെയുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല, നാണിക്കേണ്ട കാര്യമില്ല. നേരത്തെ കണ്ടെത്തിയാൽ പരിപൂർണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റാവുന്ന ഒരു അസുഖമാണ് എൻഡോമെട്രിയോസിസ്. വേദന സഹിക്കൂ. ഇനി ആ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ട. സ്വാഭാവിക വേദനയും എൻഡോമെട്രിയോസിസ് വേദനയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയൂ. നിങ്ങളുടെ വേദനയ്ക്ക് തീർച്ചയായും ഒരു കാരണമുണ്ട്, അതിനൊരു പരിഹാരവുമുണ്ട്. ശരിയായ ചികിത്സ ശരിയായ സമയത്ത്.